നഗരത്തിൽ വെളിച്ചം നിറയുന്നു. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ അടുത്ത ഭീഷണിയെ നേരിടാനുള്ള ദൃഢനിശ്ചയമുണ്ട്. അവൻ പേടിച്ചിരുന്നു. ഇരുട്ടിൻ്റെ ശക്തി വീണ്ടും വരുമെന്ന് ഓർത്ത്. കൈറോയും ലിലിയും മേശക്കരികിലിരിക്കുന്നു. ഏജന്റ് ഉപേക്ഷിച്ചു പോയ കറുത്ത കഷ്ണം ഡാർക്ക് ഷാർഡ് അവർ പരിശോധിക്കുകയാണ്. കൈറോയുടെ മുഖത്ത് ഇപ്പോൾ ഭയമല്ല, ദൃഢനിശ്ചയമുണ്ട്. ലില്ലി: ഈ കഷ്ണം നമ്മുടെ നാട്ടിലെ ഒരു വസ്തുവല്ല കൈറോ. ഇതിന് എനിക്ക് പരിചിതമല്ലാത്ത ഒരുതരം റേഡിയേഷൻ സിഗ്നേച്ചറുണ്ട്. ഇത് വന്നത് അന്തരീക്ഷത്തിന് പുറത്തു നിന്നാണെന്ന് തോന്നുന്നു കൈറോ. അങ്ങനെയാണെങ്കിൽ എന്നിലേക്ക് വന്ന ശക്തിയും ഇതിൻ്റെ ശക്തിയും ഒരേ സ്ഥലത്തു നിന്നാണ്. ഇപ്പോഴെങ്കിലും ഈ വീട്ടിൽ പോയി അമ്മയെ സമാധാനിപ്പിക്കേണ്ടതല്ലേ? നീ കാരണം അമ്മ പേടിച്ചിരിക്കുകയാണ്. കൈറോ: അമ്മ പേടിക്കാതിരിക്കണമെങ്കിൽ ഈ ശക്തിയെക്കുറിച്ച് ആദ്യം ഞാൻ അറിയണം. കഴിഞ്ഞ രാത്രിയിലെ ആ കറുത്ത ശക്തിയെ തടഞ്ഞില്ലെങ്കിൽ ആ ഇരുട്ട് എന്നേക്കുമായിരിക്കും. ഈ കറുത്ത കഷ്ണത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം. ലിലി കമ്പ്യൂട്ടറിൽ മാപ്പുകളും സിഗ്നേച്ചറുകളും പരിശോധിച്ച് കൈറോയിലേക്ക് തിരിയുന്നു. അവളുടെ മുഖത്ത് ഒരു ഞെട്ടൽ. ലിലി: എനിക്കൊരു ക്ലൂ കിട്ടി. ഇതിൻ്റെ ഊർജ്ജ സിഗ്നേച്ചർ ഒരു പഴയ ഉപഗ്രഹ ചിത്രത്തിലെ സ്ഥാനവുമായി ഒത്തുപോകുന്നു. ഏജന്റ് അവൻ്റെ മാസ്റ്ററിൻ്റെ അടുത്താണ്. ഇരുട്ടും നിഴലുകളും നിറഞ്ഞൊരു വലിയ ഹാൾ. ഒരറ്റത്ത് പ്രധാന വില്ലൻ ദ സോഴ്സ് ഒരു കസേരയിലിരിക്കുന്നു. അയാളുടെ രൂപം പൂർണ്ണമായും വ്യക്തമല്ല. പക്ഷേ അയാളുടെ കണ്ണുകളിൽ നിന്ന് കടുത്ത ഇരുണ്ട ഊർജം പ്രവഹിക്കുന്നു. ദ ഷാഡോ ഏജന്റ് തലകുനിച്ചു നിൽക്കുന്നു. പ്രധാന വില്ലൻ: നീ ഒരു ലളിതമായ ദൗത്യം പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യൻ നിന്നെ തോൽപ്പിച്ചുവെന്നോ? ഏജന്റ്: അവൻ സാധാരണക്കാരനല്ല മാസ്റ്റർ. അവൻ്റെ വെളിച്ചത്തിന് എൻ്റെ ഊർജത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ആ പ്രകാശം ഞങ്ങളുടെ ലക്ഷ്യത്തിന് ഭീഷണിയാണ്. പ്രധാന വില്ലൻ: അവൻ്റെ ശക്തി എവിടെ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരേ വിത്ത്, പക്ഷേ 2 തൈകൾ. വെളിച്ചം എപ്പോഴും ഇരുട്ടിന് അടിമപ്പെടണം. ആ പ്രകാശം നശിച്ചേ മതിയാകൂ, നശിച്ചേ മതിയാകൂ. വില്ലൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അവൻ്റെ നിഴൽ മുറിയിൽ ഭീകരമായി പടരുന്നു. പ്രധാന വില്ലൻ: അവൻ്റെ ദുർബലമായ കണ്ണിൽ പ്രഹരിക്കുക. അവൻ്റെ പേടി അവൻ്റെ അമ്മയാണ്. നീ അവനെ വീട്ടിൽ ചെന്ന് നേരിടണം. അപ്പോൾ അവൻ്റെ ശ്രദ്ധ ചിതറും. പോവുക. ഇത്തവണ പരാജയം പാടില്ല. ഏജന്റ് തലകുനിച്ച് ഇരുട്ടിലേക്ക് ലയിക്കുന്നു. വില്ലൻ ചിരിക്കുന്നു. കൈറോ ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ശക്തിയായി പ്രകാശത്തിൻ്റെ ബീമുകൾ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവനിപ്പോൾ കൂടുതൽ നിയന്ത്രിതനാണ്. ലിലി: അവളുടെ കണ്ടെത്തൽ എന്നെ ഞെട്ടിച്ചു. ആ കറുത്ത കഷണത്തിലെ ഊർജം എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് കൈറോ മനസ്സിലാക്കുമ്പോൾ അവനും ഞെട്ടാതിരിക്കില്ല. ലിലി കൈറോയുടെ അടുത്തേക്ക് ഓടി വരുന്നു. അവളുടെ കയ്യിൽ ഒരു മാപ്പിൻ്റെ പ്രിൻ്റ് ഉണ്ട്. ലിലി: കൈറോ, ഞാൻ കണ്ടെത്തി. ആ കറുത്ത കഷ്ണത്തിൻ്റെ സിഗ്നേച്ചർ വന്ന സ്ഥലം കൃത്യമായി ഈ പുഴയുടെ തീരമാണ്. കൈറോ ഞെട്ടലോടെ ലിലിയെ നോക്കുന്നു. അവൻ ശക്തി ലഭിച്ച സ്ഥലവും ശത്രുവിൻ്റെ ആയുധത്തിൻ്റെ ഉറവിടവും ഒന്നാണെന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവ്. കൈറോ: സ്വയം അപ്പോൾ ആ ഉൽക്കയിൽ വെളിച്ചം മാത്രമല്ല, ഇരുട്ടുമുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഫോണിൽ അവൻ പുതിയത് വാങ്ങിയതാണ് ഒരു മുന്നറിയിപ്പ് സന്ദേശം വരുന്നു. വീട് അപകടത്തിൽ. കൈറോ: അമ്മ! കൈറോ ലിലിയെ നോക്കുന്നു. ലിലിയുടെ മുഖം ഭയന്നു വിറയ്ക്കുന്നു. കൈറോ അമാനുഷിക വേഗതയിൽ വീട്ടിലേക്ക് ഓടാൻ തുടങ്ങുന്നു. അമ്മ TV കാണുന്നു. സാധാരണ അന്തരീക്ഷം. പെട്ടെന്ന് ശക്തമായ ഒരു ബ്ലാസ്റ്റ് ശബ്ദം. അമ്മ: ആരാ നിങ്ങള്? ഏജന്റുമാർ അമ്മയെ ശ്രദ്ധിക്കാതെ കൈറോയുടെ മുറിയിൽ എന്തോ തിരയാൻ തുടങ്ങുന്നു. അതിനിടയിൽ അമ്മ പേടിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. ഒരു ഏജന്റ് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കറുത്ത ഉപകരണം ഉപയോഗിച്ച് അവരെ തടയാൻ ശ്രമിക്കുന്നു. അമ്മ ഭയന്ന് നിലവിളിക്കുന്നു. ഓട്ടത്തിൻ്റെ ശബ്ദം പുറത്തുനിന്ന് അടുത്തെത്തുന്നു. കൈറോ വാതിൽ തകർത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു.
ശരീരം ശക്തമായ പ്രകാശത്തിൽ തിളങ്ങുന്നു. കൈറോ അലറിക്കൊണ്ട് അമ്മയെ തൊട്ടുപോകരുത്. ഏജന്റുമാരും കൈറോയും തമ്മിൽ തീവ്രമായ പോരാട്ടം. അവർ കൈറോക്ക് നേരെ കറുത്ത ഊർജപ്രവാഹം നടത്തുന്നു. കൈറോ തൻ്റെ പുതിയ പരിശീലനം ഉപയോഗിക്കുന്നു. അവൻ കൈകൾ നീട്ടി ഒരു അതിശക്തമായ പ്രകാശവലയം ബ്ലിൻഡിംഗ് ഫ്ലാഷ് സൃഷ്ടിക്കുന്നു. ഏജന്റുമാർ കണ്ണുമഞ്ഞളിച്ച് പിന്നോട്ടു പോകുന്നു. രണ്ടാമത്തെ ഏജന്റ് അമ്മയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുന്നു. കൈറോ തൻ്റെ കൈകൾ അമ്മക്ക് നേരെ നീട്ടി ഒരു പ്രകാശത്തിൻ്റെ കവചം ഹാർഡ് ലൈറ്റ് ബാരിയർ സൃഷ്ടിച്ച് അമ്മയെ സംരക്ഷിക്കുന്നു. കൈറോയുടെ ഊർജം വീടിൻ്റെ ഭിത്തികൾ തകർക്കുന്നു. ഏജന്റുമാർ തോൽവി സമ്മതിച്ച് കറുത്ത പുകയിൽ ഇരുട്ടിലേക്ക് ലയിച്ച് രക്ഷപ്പെടുന്നു. കൈറോ തളർന്നു നിലത്ത് വീഴുന്നു. അമ്മ ഞെട്ടലോടെ കവചത്തിന് പുറത്തേക്ക് വരുന്നു. അവരുടെ കണ്ണുകൾ കൈറോയിലും തകർന്ന വീട്ടിലുമാണ്. അമ്മ തളർന്നുപോയ സ്വരത്തിൽ, നീ ആരാണ് കൈറോ? എൻ്റെ മകനാണോ നീ? കൈറോ എഴുന്നേൽക്കുന്നു. അവൻ അമ്മയുടെ അടുത്തേക്ക് വന്ന് നിറകണ്ണുകളോടെ അവരെ കെട്ടിപ്പിടിക്കുന്നു. കൈറോ വിതുമ്പലോടെ, അമ്മേ, ഞാൻ പോവുകയാണ്. ഞാൻ ഇവിടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. ഈ ശക്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാതെ ഞാൻ തിരിച്ചു വരില്ല. അമ്മ അവൻ്റെ കവിളിൽ പിടിക്കുന്നു. സ്നേഹവും സങ്കടവും കലർന്ന ഒരു നോട്ടം. കൈറോ തൻ്റെ കണ്ണുകൾ തുടച്ച് ലിലിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് തകർന്ന വീടിൻ്റെ വാതിലിലൂടെ പുറത്തേക്കു പോകുന്നു. അവൻ നഗരത്തിലെ രാത്രിയുടെ നിഴലുകളിലേക്ക് മറയുന്നു. അടുത്ത ദി എൻഡ് എപ്പിസോഡ് 5 ഉടൻ വരും. കാണാൻ മറക്കരുത്. അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.